സിനിമ അത്യാവശ്യം നല്ല രീതിയിലൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടിയിട്ടുണ്ട്. മലയാള സിനിമയിൽ അതിങ്ങനെ ട്വിസ്റ്റൊക്കെ കൊണ്ട് നമ്മളെ വർക്ക് ആവത്തില്ല, പക്ഷേ ഇതിലെ ട്വിസ്റ്റൊക്കെ നല്ല വർക്കായി. പിന്നെ അവസാനത്തെ ട്വിസ്റ്റൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, വർക്കായി. ഹേ സിനിഫീൽസ്, വെൽക്കം ബാക്ക്. ശ്രീനാഥ് ബാസി, ലാൽ ഇവരൊക്കെ മെയിൻ റോൾ എത്തുന്ന ഒരു ത്രില്ലർ മൂവി ഇന്നലെ റിലീസിന് എത്തിയിരുന്നു, ആസാദി. അപ്പോൾ ആസാദി കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂവും റെസ്പോൺസും ഒന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂ ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നേരെ ആസാദി റിവ്യൂയിലേക്ക്. ആസാദി കുഴപ്പമില്ല, പക്ഷേ എക്സിക്യൂഷൻ അത്ര പോരാ. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു 5-6 വർഷം അല്ലെങ്കിൽ 8 വർഷമൊക്കെ മുന്നേ ഉള്ള ഒരു മലയാള സിനിമയുടെ ഒരു ചില ടൈപ്പ് ഓഫ് മേക്കിംഗ് ഉണ്ടല്ലോ, അതൊക്കെയാണ് വന്നത്. പക്ഷേ പടത്തിൻ്റെ ചില ട്വിസ്റ്റും അവസാനത്തെ ട്വിസ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു. ചില സീൻസൊക്കെ നല്ല രസമുണ്ട്, എലവേറ്റ് ആവും, നമുക്ക് തോന്നും എന്തോ ഇന്ന് നടക്കാൻ പോകുന്നതെന്നൊക്കെ തോന്നും. പക്ഷെ ഭയങ്കരമായിട്ട് പറയാനില്ല, പക്ഷെ ഒരു 1 ടൈം വാച്ചബിളാണ്. നല്ല എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. എക്സ്പെരിമെൻ്റലൊന്നും അല്ല, നമ്മൾ എൻ്റെ സപ്തമശ്രീ തസ്കരാഹ ഇല്ലേ പൃഥ്വിരാജിൻ്റെ ഒക്കെ, അതിൻ്റെ കണക്കൊരു ആവറേജ് മൂവി, അതിൻ്റെ ഒരു പരിപാടി തന്നെ ആയത്. അതായത് അതിനകത്ത് പ്ലാൻ ചെയ്യുന്ന വേറൊരു സംഭവമാണെങ്കിൽ ഇത് വേറൊരു കാര്യം. ശ്രീനാഥ് ബാസിയൊക്കെ എങ്ങനെയുണ്ട്? ശ്രീനാഥ് ബാസിയുടെ സ്വാഗൊക്കെ കൊള്ളാം, BGM ഒക്കെ കൊടുത്തേക്കുന്നത് കൊള്ളാം, ലാല് കൊള്ളാം. പടം മൊത്തത്തിൽ ഒരു 1 ടൈം വാച്ചബിളാണ്. പിന്നെ അവസാനത്തെ ട്വിസ്റ്റൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, വർക്കായി. പക്ഷേ പടം മൊത്തത്തിൽ ഒരു എക്സിക്യൂഷൻ ഒരു പ്രശ്നമുണ്ട്, അതേ ഉള്ളൊരു പ്രോബ്ലമായിട്ട്. ബാക്കി പടം ഒരു ആവറേജ് 1 ടൈം വാച്ചബിൾ. ഇവിടെ എങ്ങനെയുണ്ട് ആസാദി പടം? കുഴപ്പമില്ല, ഒരു 1 ടൈം വാച്ച്. പിന്നെ ഇച്ചിരി ട്വിസ്റ്റൊക്കെ ഉണ്ട് ലാസ്റ്റ്, കുഴപ്പമില്ല. എങ്ങനെയാണ്, ഒരു ത്രില്ലർ മൂഡിലാണോ പോകുന്നത്? ത്രില്ലർ മൂഡിലാണ് പോകുന്നത്. സ്റ്റോറി സപ്തമശ്രീ ആ ടൈപ്പൊക്കെ. ഓക്കെ, സ്റ്റോറിയൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ലാസ്റ്റ് ട്വിസ്റ്റ് കുഴപ്പമില്ലായിരുന്നു. ടോട്ടലി ആക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ശ്രീനാഥ് ബാസിയുടെ ഒരു ഇത് ഭയങ്കര സ്ലോ പേസ്, ഇമോഷണൽ ഇതാണോ പിടിച്ചേക്കുന്നത്? അതേപോലെയൊക്കെ തന്നെ. പക്ഷെ പുള്ളിയുടെ ഒരു വേറെയുള്ള സിനിമയെ വെച്ച് അത്ര അങ്ങോട്ട്. ആസാദി ബ്രോ, അത് മൂവി പോരാ, പ്രതീക്ഷ ഒരു സുഖമില്ല. ത്രില്ലറാണ് ഉദ്ദേശിച്ചത്, ത്രില്ലിങ് അല്ലായിരുന്നു തീരെ. എനിക്ക് ബോറടിച്ചു. പിന്നെ ഒരു എക്സ്പെരിമെൻ്റൽ രീതിയിലുള്ള കാണാം. ട്വിസ്റ്റൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ട്വിസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല. പോസിറ്റീവായിട്ട് എന്തെങ്കിലും തോന്നിയോ? പോസിറ്റീവായിട്ട് വാണിജ്യതുണ്ട്. ലാലിൻ്റെ ഒക്കെ പെർഫോമൻസ്, ലാലൊക്കെ നല്ലതായിരുന്നു. പുതിയൊരു സ്റ്റോറി ആയിട്ട് തോന്നിയോ? മലയാളത്തിൽ സ്റ്റോറിയാണ് ഉദ്ദേശിച്ചത്, പക്ഷേ അത് വർക്കായിട്ടില്ല. ഓക്കെ, താങ്ക് യു. ഇഷ്ടപ്പെട്ടോ? സ്റ്റോറിയൊക്കെ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണ്. ത്രില്ലറാണോ? ത്രില്ലർ എന്ന് വെച്ചാൽ ഇമോഷൻസ് പാർട്ട് വൈസിൽ കൂടെ പോകുന്ന ഒരു രസം ബ്രേക്ക് മൂവി. ഓക്കെ, ട്വിസ്റ്റൊക്കെ രസം. ആസാദി ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഉച്ചയ്ക്ക് നമ്മളെ കാണാമെന്നവരെ വന്നുകൊണ്ട് എന്താണ് ഇഷ്ടപ്പെട്ടു സിനിമ. ഇഷ്ടപ്പെടുന്നത് അത്രയ്ക്ക് വലിയ സംഭവം എന്ന് പറയാനില്ലെങ്കിലും കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. ലൈക്ക് എന്താണ് പ്രിസൺ ബ്രേക്കിൻ്റെ പോലെ തന്നെ ഒരാളെ ഒരു സ്ഥലത്ത് പുറത്ത് കൊണ്ടിരുന്ന മോഡ് ടൈപ്പ് ആ ഒരു പടം തന്നെ. ഇതിൽ എടുത്തു പറയേണ്ടത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അവസാന ട്വിസ്റ്റ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല. മലയാള സിനിമയിൽ അതിങ്ങനെ ട്വിസ്റ്റൊക്കെ കൊണ്ട് നമ്മളെ വർക്ക് ആവത്തില്ല, പക്ഷേ ഇതിലെ ട്വിസ്റ്റൊക്കെ നല്ല വർക്കായി. ഒരു ചെറിയ പടം എന്നുള്ള രീതിയിൽ കണ്ടോണാൻ തോന്നുന്നു. ഒരു സീറ്റഡ് ത്രില്ലർ അങ്ങനെ പറയാനുണ്ടോ? ത്രില്ലറല്ല, നമ്മൾ കണക്റ്റ് ആവും സിനിമയായിട്ട്. എന്ന് വെച്ചാൽ ആ പുള്ളിക്കാരൻ ജയിലിൽ ചാടുന്നതോ അല്ലെങ്കിൽ പുറത്തു കൊണ്ടിരുന്നതൊക്കെ നമുക്കൂടെ ആ ഒരു ഫീൽ വരണം എന്നുള്ളത്. പിന്നെ ശ്രീനാഥ് ബാസിയുടെ അഭിനയമൊക്കെ ആ ഒരു ക്യാരക്ടറുടെ മാച്ചായിരുന്നു. പിന്നെ ആക്ഷൻ സീൻസൊക്കെ ഒരു ടോയ്ലറ്റ് ഫൈറ്റൊക്കെ ഉണ്ട്. ഇവർ ഇൻ്റർവ്യൂ പറഞ്ഞ കണക്ക് തന്നെ ഒറിജിനൽ ടോയ്ലറ്റ് വെച്ചാലുള്ള ഒരു ഫൈറ്റ് അത്രയ്ക്കും ബ്രൂട്ടലായിട്ടൊരു സംഭവമാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ഓവറോൾ ഒരു 1 ടൈം വാച്ചബിളായിട്ട് നഷ്ടം വരത്തില്ല കണ്ടാലും. ഇന്നലെ കണ്ട് ഡിറ്റക്റ്റീവ് ഉച്ചോണിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നി. പക്ഷേ ഇതിനെ മേക്കിംഗ് ഒരു 2-5-6 വർഷങ്ങൾക്ക് മുമ്പേ എടുത്തെന്ന് തോന്നുന്നു. ആ ഒരു നെഗറ്റീവാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇടയ്ക്കിടെ കുറച്ച് ഡ്രാഗിങ് ഉണ്ട്. ഓരോ ഡയലോഗ്സ് ആണെങ്കിലും നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ. നല്ലൊരു അറ്റംപ്റ്റ് ആണ്. ഈ മലയാളത്തിൽ ഈ ഒരു ടൈപ്പ് വന്നിട്ടില്ല. എന്നുവെച്ചാൽ പ്രിസൺ ബ്രേക്കും എല്ലാം വന്നിട്ടില്ല, പക്ഷേ ഈ ഒരു ടൈപ്പ് മലയാളത്തിൽ ആദ്യമാണ്. യെസ്, അപ്പോൾ ആസാദി വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ വെറുതെ തിയേറ്ററിൽ ഷോ നടക്കുമെന്ന് പോലും അറിയാതെ കണ്ടുനോക്കിയ ഒരു സിനിമയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു അറ്റംപ്റ്റ് എന്ന് പറയാം. കുറേ പഴക്കമൊക്കെ ഉള്ള സിനിമയാണ്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഡിസപ്പോയിൻറ്റഡ് അങ്ങനെയൊന്നും ആവത്തില്ല. നല്ലൊരു സിനിമയാണ്. എടുത്ത് പറയാനുള്ളത് ശ്രീനാഥ് ബാസിയുടെ ഒരു ക്യാരക്ടറാണ്. പുള്ളിക്ക് പറ്റിയ ആപ്റ്റായിട്ടുള്ള ഭയങ്കര റിയലിസ്റ്റിക് മൂഡിലുള്ള ഒരു ക്യാരക്ടർ. അതുപോലെ തന്നെ ലാലിൻ്റെ കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, സ്ക്രീൻ പ്രസൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. മൊത്തത്തിൽ അവിടെയായിട്ട് കുറച്ച് ഹൈ മൊമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഒഴിച്ച് നിർത്തിയാൽ ഒരു 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവി. അപ്പോൾ നമ്മൾ ഈ ഒരു പോസ്റ്ററും അതിൻ്റെ പ്രൊമോഷൻ ഇല്ലായ്മയൊക്കെ കാണുമ്പം കുറേ തട്ടിക്കൂട്ട് പടങ്ങളുടെ ആ ഒരു വൈബൊക്കെ അടിച്ചായിരുന്നു. പക്ഷേ അത് പ്രതീക്ഷിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു സിനിമ അത്യാവശ്യം നല്ല രീതിയിലൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1 ടൈം വാച്ചബിൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.